ഞങ്ങൾ വോട്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയും ഞങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന കണക്കല്ല എൻ്റെ അടുത്തുള്ളത്. ഇവിടെ കാണേണ്ടത് നമ്മുടെ ചില പ്രദേശങ്ങളിൽ വോട്ടർമാർ ഒഴിവായി പോയതിനെ പറ്റി ചില പരിശോധനകൾ ആവശ്യമായിട്ടുണ്ട്. ആ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പലരും ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത ചിലർ 2002 തെരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ടുണ്ടായില്ല. അദ്ദേഹം ഔദ്യോഗികമായി ചിലപ്പോൾ കേരളത്തിന് പുറത്തായിരിക്കും. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ വോട്ടില്ല. ഇപ്പോൾ ഒരാളെ കാര്യം എനിക്ക് നേരിട്ടറിയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ പഴയ രമൺ ശ്രീവാസ്തവയെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, SIR അനുസരിച്ച് എനിക്കിപ്പോൾ വോട്ടില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ? 2002 ഞാൻ ONGCയിലായിരുന്നു, അവിടെയാണ്. അപ്പോൾ ഇവിടെ വോട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് വോട്ടവകാശം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കേൾക്കുന്നത് അത് കേൾവി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ പോലുള്ള ചില പ്രധാനികൾ തന്നെ ഈ വോട്ടവകാശം ഇല്ലാത്തവരായിട്ടുണ്ട് എന്നാണ്. ചില അത്യുന്നതർ തന്നെ ഇങ്ങനെ ചില സ്ഥാനം വഹിച്ചവർ. അപ്പോൾ ഒരുപാട് സ്ഥലത്തുള്ളവർ വോട്ടവകാശം ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുന്നു, തൃക്കരിപ്പൂരൊരു അനുഭവം പറയുന്നുണ്ട്. വീട്ടിൽ ചെന്ന് ഒരു സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരവിടെ ഇല്ല, ഇവിടെ സ്ഥലത്തില്ല എന്ന് രേഖപ്പെടുത്തുകയാണ്. അവർ പോസ്റ്റ് ഓഫീസിലെ ജോലിക്ക് പോയതാണ്. അതിനാണ് അവിടെ നിന്ന് പോയതാണ് മറ്റൊരു സ്ഥലത്ത്, അവിടെ തന്നെ വേറെ അല്ല, രാവിലെ പോയതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിനും അവർക്കെല്ലാം വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനുമുള്ള നടപടി വേണമെന്നുള്ളതുകൊണ്ടാണ് ഒരു ഹെൽപ്പ് ഡെസ്ക് സർക്കാർ തന്നെ സഹായം ചെയ്തുകൊണ്ട് സ്ഥാപിക്കുന്നത്.